നവതിയുടെ നിറവിലെത്തിയ പാലക്കാട് അർബൻ ബാങ്ക് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് നിലവിൽ 820 കോടി രൂപ ബിസിനസ്സുള്ള ബാങ്കിനെ 1000 കോടിയിലേക്ക് എത്തിക്കാനുള്ള ബാങ്കിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ചെയർമാൻ ടി.കെ. നൌഷാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1936 പ്രവർത്തനമാരംഭിച്ച പാലക്കാട് അർബൻ ബാങ്കിന് സായാഹ്ന ശാഖകൾ ഉൾപ്പെടെ 10 ശാഖകളും 5 ATM-ഉം ഉണ്ട്. പാലക്കാട് ആശുപത്രിക്ക് സമീപം പ്രവർത്തിച്ചുവന്ന സായാഹ്ന ശാഖ ആധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഡിയം ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിക്കും. 11ാമത് ശാഖ അകത്തേത്തറയിൽ ആരംഭിക്കുന്നതിന്റെ പ്രവർത്തനം നടന്നുവരികയാണ്. GPay ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സംവിധാനമാണ് നവതിയുടെ ഭാഗമായി ബാങ്കിൽ ഒരുക്കുന്നത്. നവതി ആഘോഷം ഓഗസ്റ്റ് 21-ന് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ബാങ്കിലെ ജീവനക്കാർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് മറ്റ് ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ബാങ്കിന് വലിയ പുരോഗതി ഉണ്ടായത്. അപ്പോൾ കുറച്ചുകൂടി എല്ലാ സൗകര്യങ്ങളും ഇടപാടുകാർക്ക് ലഭ്യമാക്കുക, കുറച്ചുകൂടി നല്ല നിലയിലേക്ക് ബാങ്കിനെ മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പുതിയ ലോഗോ പ്രകാശനത്തോടുകൂടി മുഖമുദ്ര നൽകി മറ്റ് ആധുനിക സംവിധാനങ്ങളും കൂടി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ കുറിപ്പിൽ തന്നിട്ടുണ്ട്, ബാങ്ക് ആരംഭിച്ചതും ഇതുവരെ എത്തിയതൊക്കെയുള്ള കാര്യങ്ങൾ. ബാങ്കിനിപ്പോൾ ഹെഡ് ഓഫീസ് മെയിൻ ശാഖ ഉൾപ്പെടെ 10 ബ്രാഞ്ചുകളാണ്, 5 ATM-ആണ്. ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതിൽ കുറച്ച് അസൗകര്യമുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഈവനിങ് ശാഖ 21-ാം തീയതി പുതിയ സ്റ്റേഡിയം ബൈപ്പാസിലേക്കുള്ള ഒരു കെട്ടിടത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ മന്ത്രി ബഹുമാന്യനായ MP രാജേഷാണ് ഈ വരുന്ന 21-ന് 5 മണിക്ക് ശാഖ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഡിജിറ്റൽ ബാങ്കിങ്ങും കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ബാങ്കിന്റെ പുതിയ ലോഗോ പ്രകാശനവും നടന്നു. വൈസ് ചെയർമാൻ E. കൃഷ്ണൻകുട്ടി, CEO നളിനാക്ഷൻ, സോണി, മാനേജർ ഉഷ, ഡയറക്ടർ നിതിൻ കണിച്ചേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.